ഹലോ, അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ ഇന്നലത്തെ അരിയല്ല ചോറാട്ടോ, അത് തിളപ്പിച്ചെടുക്കുവാണ്. പിന്നെ അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് തൈര് കറി, ഒരു മുട്ട പൊരിച്ച്, മുരിങ്ങയില തോരൻ, ഇത്രയേ ഉള്ളൂ കേട്ടോ കറികൾ. അമ്മയ്ക്ക് കൈ വയ്യാത്തതിൽ പിന്നെ ഞാനിപ്പോൾ ഉച്ചയൂണിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇവിടെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ തിരക്കാണ്. രാവിലെ പോകുമ്പോൾ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കാനും സമാധാനമായിട്ടിരുന്നാലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കാണത്തില്ല, അമ്മ ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ടാട്ടോ വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് കൈ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സമയമൊക്കെ കിട്ടിയെങ്കിൽ കുറച്ച് നമുക്ക് ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാൻ ആകെ തിരക്കാണ്. കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് ഇടാനുള്ള ഒരു സമയമൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം രാവിലെ തെളിപ്പൊരു 11:30-12 മണി ആവാറായി കേട്ടോ. മുട്ട പൊരിക്കുകയാണ്. മുട്ടയും കൂടെ പൊരിച്ചിട്ട് തൈരും കൂടെ കലക്കിയ നമുക്ക് ചോറ് കഴിക്കാം. അമ്മ അപ്പുറത്ത് ഉമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇവർ രണ്ടാളും കുറച്ച് ഗ്യാപ്പ് കിട്ടിയാൽ വല്ലപ്പോഴുമൊക്കെ കാണുമ്പോൾ ഇച്ചിരി നേരം നിന്നങ്ങ് വർത്താനം പറയും. എന്നിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് ഓടും. ഉമ്മാക്കും അവിടെ നല്ല പണിയുണ്ട്, അമ്മയ്ക്കും അങ്ങനെ തന്നെ. അയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, കുറേ നേരമായി നിൽക്കുന്നു പറഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. ഞാൻ പിന്നെ വിളിച്ചില്ല, രണ്ടാളും കൂടി വല്ലപ്പോഴാക്കിയാണ് വർത്താനം പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കൈമാറുന്നു പോകുന്നു, അല്ലാതെ ഒരു വർത്താനം പറയണ കുറവാണ്. രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഇന്ന് എൻ്റെ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ അപ്പുറത്തൊക്കെ നിന്ന് കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ അവസാനം കേട്ടോ ഈ തൈരും കൂടി, തൈരിൽ ഞാൻ ഉപ്പും നല്ല മണമുള്ള ഉണ്ടമുളകും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. അതേ ചോറൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ അതേ ഞാനിരുന്നപ്പോൾ അമ്മയും വന്നിട്ടോ. ഞങ്ങൾ കഴിക്കുവാണ്. അമ്മ എക്സസൈസ് ചെയ്യുക കേട്ടോ, കൈ വെച്ചിട്ട് എന്ന് വിളിക്കുന്നത് അമ്മയുടെ എക്സസൈസ് കേട്ടോ. കേട്ടോ, കൈ ഇങ്ങനെ അനക്കൊന്നും ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് വൈകുന്നേരമായിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയമായി കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചില്ല, അതേ പഴയ ഡ്രസ്സ് ചെയ്യാൻ ഇട്ട് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ചായ ഇട്ട പാത്രങ്ങളൊക്കെ കേട്ടോ കഴുകി വയ്ക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് കഴിക്കാനുള്ള കാച്ചിൽ പൊളിച്ച് അത് കഴുകിയൊക്കെ വെക്കണം. പിന്നെ നൈറ്റ് കഴിക്കുന്നത് തേങ്ങാ ചമ്മന്തി കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം, അതിനുള്ള പരിപാടികളിലാണ്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് പോയി മേലൊക്കെ കഴുകിയിട്ട് വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞങ്ങളുടെ കാച്ചിൽ കഴുകുക കേട്ടോ. അതായത് കാച്ചിലൊക്കെ കഴുകി കുക്കറിലിടുവാണ്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കും, മേല് കഴുകാൻ പോകും. അത് അപ്പോഴത്തേക്കും അമ്മ ഓഫ് ചെയ്യും. ഊത്ത് കേൾക്കുമ്പോഴത്തേക്കും അമ്മ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയിട്ട് വന്നപ്പോൾ ഇവിടെ കാച്ചിലൊക്കെ റെഡി ആയിരിക്കും. ഇനിയിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇപ്പോൾ തേങ്ങാ ചമ്മന്തിയാണ്, പച്ചമുളക് വെച്ച് അരച്ച തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ കാച്ചിലിന് കോമ്പിനേഷനാക്കി നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അമ്മയുടെ മിക്സിയിലൊക്കെ എനിക്ക് അരയ്ക്കാനുള്ള അവസരമൊക്കെ തന്നു. അമ്മയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ട് തന്നെ. ഇപ്പം നൈറ്റ് ഞാൻ ആദ്യം കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് കാച്ചിൽ കഴിക്കുന്നത്, കാരണം കുറച്ച് ചോറ് ബാക്കി വന്നു. അപ്പം പറഞ്ഞു അത് കളയണ്ട, നീ കരുത്ത് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ. കഴിച്ചപ്പോൾ എനിക്കങ്ങ് മതി. ഉച്ചയ്ക്കത്തെ ചോറ് നൈറ്റ് തന്നെ എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പം ഇച്ചിരി പോലും കഴിച്ചിട്ട് ഞാൻ കൊണ്ടുവച്ചു. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, പിന്നെ അമ്മയുടെ പ്ലേറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടൊക്കെ കൊണ്ടുവച്ച് ഇനി ഞാൻ കുറച്ച് കാച്ചിലും കൂടി എടുത്ത് കഴിക്കണം, അപ്പോഴേ എൻ്റെ വയറ് ഫില്ലാവത്തുള്ളൂ ഗൈസ്. അങ്ങനെ ചൂട് കാച്ചിലും ചമ്മന്തിയും കൂടി കഴിച്ച് അവസാനം കിട്ട ക്ലീനിങ് ആണ്. ഇവിടെ എപ്പോഴും ക്ലീനിങ് ആണ് കേട്ടോ. പാത്രം കഴുകൽ. നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇവിടെ പാത്രം കഴുകലാണെന്ന് തോന്നും. സത്യമാണ്, ഒരുപാട് പാത്രം കഴിയും. പാത്രം എടുക്കുന്നതല്ല, അപ്പം കഴുകി വയ്ക്കും. എന്നാലും എപ്പോഴും ഇവിടെ പാത്രം കാണും കഴുകാനായിട്ട്. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടേ ഞങ്ങൾ പോയി കിടക്കത്തുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ രാവിലെ വരുമ്പോൾ നമുക്ക് അടുക്കളയിൽ വരുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ എച്ചിലൊക്കെ പറ്റി ഇങ്ങനെ ഇരുന്ന് നമുക്കൊരു സുഖമില്ല. അത് ആദ്യം ക്ലീൻ ചെയ്യണം, അപ്പോൾ കുറേ ലേറ്റാകും. അപ്പം നൈറ്റ് തന്നെ ഞങ്ങൾ എത്ര ലേറ്റായാലും ക്ലീൻ ആക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടേ കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഗ്യാസും കൂടിയൊക്കെ ഓഫ് ചെയ്ത് ഓരോ കതകും അടച്ച് ഞാൻ പോവുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.